കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മുഖപ്രകാശ രക്ഷയായ ദൈവമേ, ഒരു ദിനം കൂടെ ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ ആയിരിക്കാൻ ലഭിച്ച ഈ വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം കരയേറ്റുന്നു. ത്രിയേക ദൈവത്തിൻ്റെ നിറവ് കൊണ്ട് ഞങ്ങളെ തുടർന്നും നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും ത്രിയേക ദൈവത്തെ ആരാധിക്കുവാനും കടന്നു വന്ന വിശ്വാസ സമൂഹത്തിന് ദൈവനാമത്തിൽ സ്നേഹവന്ദനം ആദ്യം തന്നെ നൽകുന്നു. വളരെയധികം അവിചാരിതമായിട്ടാണ് ഇന്നേ ദിവസം നിങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. കുടുംബത്തിലെ ഒരു സംസ്കാര ശുശ്രൂഷ പങ്കെടുക്കുവാൻ ഇന്നലെ രാവിലെയാണ് മൈസൂരിൽ നിന്നും കടന്നു വന്നത്. തുടർന്ന് അലക്സ് പ്യൂമൻ അച്ഛനെ കാണുകയും അച്ഛൻ ഇപ്രകാരം ഒരു അവസരം നൽകിയപ്പോൾ ദൈവനിശ്ചയമായി വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടന്ന മിക്കവാറും എല്ലാ ശുശ്രൂഷകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചത് തോമസ് ശാമുവേൽ തിരുമേനിയാണ്. തിരുമേനി 1989 കഞ്ഞിക്കുഴി CSI അസെൻഷൻ ദേവാലയത്തിൽ ഒരു പട്ടക്കാരനായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബപ്തിസ്മ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ചത് തോമസ് ശാമുവേൽ തിരുമേനിയാണ്. തുടർന്ന് 2004 സ്ഥിരീകരണം ഏറ്റപ്പോൾ തോമസ് ശാമുവേൽ തിരുമേനിയാണ് എന്നെ സ്ഥിരീകരിച്ചത്. 2019 ദിയാക്കോൻ പട്ടം ഏറ്റെടുത്തപ്പോൾ തോമസ് ക്യൂമൻ തിരുമേനിയോടൊപ്പം സഹകാർമ്മികനായി നിലകൊണ്ടത് തോമസ് ശാമുവേൽ തിരുമേനിയാണ്. 2020 എൻ്റെ കല്യാണം നടത്തിയതും തോമസ് ശാമുവേൽ തിരുമേനിയാണ്. അതുകൊണ്ട് തന്നെ തിരുമേനിയും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. അതോടൊപ്പം എൻ്റെ വാക്കുകളിൽ ഇടർച്ച വരികയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുമെന്നും ക്ഷമിക്കുമെന്നും വിശ്വസിക്കുകയും ചെയ്യുന്നു. തിരുമേനിയോടും കൊച്ചമ്മയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ടി.ഒ. ഉമ്മൻ അച്ഛനും തോമസ് മാത്യു അച്ഛനും എൻ്റെ വല്യപ്പച്ചൻ റവറൻ P.V. ജോൺ അച്ഛൻ്റെ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിച്ച ഒരാളെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ടി.ഒ. ഉമ്മൻ അച്ഛൻ്റെയും അതോടൊപ്പം തോമസ് മാത്യു അച്ഛൻ്റെയും സാന്നിധ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. സിബി അച്ഛനും ഞാനും ഒരു ദിവസം പട്ടമേറ്റവരാണ്. എന്നാൽ പട്ടം കൂടെ ശുശ്രൂഷ കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഒരാരാധനയിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കുന്നത്. സിബി മാത്യു അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ബഥേൽ ആശ്രമത്തിൻ്റെ മദർ ശാന്തമ്മ കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിച്ചു കൊള്ളുന്നു. ആഗമനത്തിൽ 3-ാം ഞായറാഴ്ചയിലാണല്ലോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ആഗമനത്തിൽ 1-ാം ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ വരവിനായി സന്തോഷപൂർവം കാത്തിരിക്കുവാൻ നമ്മെ ബലപ്പെടുത്തി. 2-ാം ഞായറാഴ്ച ആഗമനത്തിൽ ഞാനും നിങ്ങളും കഴിഞ്ഞ ഞായറാഴ്ച ഓർത്തത് പാതിക്ക് പ്രകാശമായ ദൈവവചനം ആ കാത്തിരിപ്പിന് കൂടുതൽ ശക്തി നൽകുമെന്നാണല്ലോ. എന്നാൽ ഇന്നേ ദിവസം ആഗമനത്തിൽ 3-ാം ഞായറാഴ്ച ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ രക്ഷയുടെ പൂർണ്ണത ഉള്ളടങ്ങിയിരിക്കുന്നുവെന്നും ആ രക്ഷയുടെ സന്തോഷത്തിൽ രക്ഷപ്രത്യാശയായി എങ്ങനെ പരിണമിക്കുന്നുവെന്നും ഒരുമിച്ച് ചിന്തിക്കുവാൻ ഞാൻ അല്പസമയം തിരഞ്ഞെടുക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്വർണവാക്യം അല്ലെങ്കിൽ ആപ്തവാക്യം ഇന്ന് സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യമാണ്. അതിപ്രകാരം നിങ്ങളുടെ മുൻപിൽ ഒന്ന് വായിക്കുന്നു. 20-ഉം 21-ഉം വാക്യങ്ങൾ.
ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിൻ്റെ മകനായ യോസെഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവീൻ, ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. നമുക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന സദ്വർത്തമാനമാണല്ലോ ക്രിസ്മസിൻ്റെ ആപ്തവാക്യം. അതുകൊണ്ട് തന്നെ ഒരു മിഷണറി പാരമ്പര്യമുള്ള ഈ സഭയിൽ നിൽക്കുമ്പോൾ മൈസൂറിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ മിഷൻ സ്കൂളിലെ ഒരു കുട്ടിയോടും ഒരു അധ്യാപികയോടും ഞാനൊരു ചോദ്യം ചോദിച്ചു 2 ദിവസം മുൻപ്. അക്കോർഡിംഗ് ടു യു വാട്ട് ഈസ് ക്രിസ്മസ്? എന്താണ് നിങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ക്രിസ്മസ്? 5 വയസ്സുള്ള ഒരു അക്രൈസ്തവൻ, ഒരു ബാലൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഫാദർ, ക്രിസ്മസ് ഇസ് ദ ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറഞ്ഞു. ഇതേ ചോദ്യം ഞങ്ങളുടെ മിഷൻ സ്കൂളിൽ ശുശ്രൂഷിക്കുന്ന അധ്യാപികയോട് ചോദിച്ചു. അധ്യാപികയും അക്രൈസ്തവനാണ്. അധ്യാപികയോട് ചോദിച്ചപ്പോൾ ആ അധ്യാപിക പറഞ്ഞത്, ക്രിസ്മസ് ഈസ് ദ മൊമെൻറ്റ് ടു വെൽക്കം ദ സേവിയർ ഓഫ് ദ എർത്ത്. ക്രിസ്മസ് എന്ന് പറയുന്നത്, ഒന്നാം ഉത്തരം ഒരു 10 വയസ്സുള്ള ബാലൻ പറഞ്ഞത്, ദാറ്റ് ഈസ് ദ ബർത്ത്ഡേ ഓഫ് ജീസസ്. ജീസസ് യേശുവിൻ്റെ പിറന്നാളാണെന്ന്. എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ക്രിസ്തു മതത്തിലല്ലാത്ത ഒരു അധ്യാപിക പറഞ്ഞത്, ഇറ്റ് ഈസ് എ വെൽക്കമിങ് എക്സ്പീരിയൻസ് ടു വെൽക്കം ദ സേവിയർ ഓഫ് ദ വേൾഡ്. ലോകരക്ഷിതാവിനെ സ്വീകരിക്കുവാനുള്ള ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതം നിങ്ങളോടും ഞാൻ ആ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അക്കോർഡിംഗ് ടു യു വാട്ട് ഈസ് ക്രിസ്മസ്? നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് ക്രിസ്മസ് യഥാർത്ഥത്തിൽ എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ചിന്തിക്കുമ്പോൾ മാത്രമേ ഇന്നത്തെ വിഷയവുമായിട്ട് നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധ്യമാകുകയുള്ളൂ. രക്ഷ എന്ന വാക്കിന് പലരും പല സന്ദർഭങ്ങളിൽ വിവിധ അർത്ഥതലങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആപത്തിൽ നിന്നുള്ള രക്ഷ, രോഗത്തിൽ നിന്നുള്ള രക്ഷ. എന്നാൽ യേശു എന്ന രക്ഷകൻ എല്ലാറ്റിലും ഉപരിയായ രക്ഷകനാണെന്നാണ് വേദപുസ്തകം വളരെ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇന്ന് സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ചു കേട്ട മത്തായിയുടെ സുവിശേഷത്തിലും പറയുന്നത്. കർത്താവിൻ്റെ ദൂതൻ യോസെഫിനോട് നൽകിയ അറിയിപ്പിലും ഈ വെളിപ്പെടുത്തൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. ഈ ഒരു വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഷീ വിൽ ബെയർ എ സൺ ആൻഡ് യു ആർ ടു നെയിം ഹിം ജീസസ് ആൻഡ് ഫോർ ഹീ വിൽ സേവ് ഹിസ് പീപ്പിൾ ഫ്രം ദെയർ സിൻസ്. യവന ഭാഷ ആഴത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് പഠിക്കുമ്പോൾ രക്ഷ എന്ന വാക്കിന് സോസോ എന്ന പദമാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഒത്തിരി അർത്ഥങ്ങൾ വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ടു ഹീൽ, സൗഖ്യമാക്കുക; ടു പ്രൊട്ടക്റ്റ്, സംരക്ഷിക്കുക; ടു സേവ്, രക്ഷിക്കുക; ടു റെസ്ക്യൂ, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക; അവസാനമായിട്ടുള്ള ഒരു അർത്ഥമാണ് ടു ഡെലിവർ. എന്നാൽ ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന മീനിങ്ങും വീണ്ടെടുപ്പ് എന്ന ഒരു അർത്ഥം തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. രക്ഷകൻ ഈ ലോകത്തിലേക്ക് രക്ഷയുടെ പ്രത്യാശയുടെ സന്ദേശവുമായി അടുത്തു വരുന്നത് പൂർണ്ണമായിട്ടും അവൻ്റെ ജനത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. ആ രക്ഷകൻ്റെ കരങ്ങൾ നീട്ടിയതെല്ലാം പാപത്തിൽ വീണുപോയവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണല്ലോ.
അനുതാപത്തിൻ്റെ കണ്ണുനീരിൽ ജീവിതം കഴുകിയവരെല്ലാവരും ആ രക്ഷകൻ്റെ രക്തത്തിൽ ജീവിതം കഴുകപ്പെട്ട് പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്നും കരകയറിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവിൻ്റെ ജനനം അനിവാര്യമായിട്ടുള്ള ഒരു പ്രക്രിയ എന്ന് ചരിത്രം പഠിക്കുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ ഒരു പണ്ഡിതാവായ J.E. ക്രോസൺ എന്ന് പറയുന്ന ഒരു ചിന്തകൻ, ജോൺ ഡൊമിനിക് ക്രോസൺ, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ജീസസ് എന്ന ലേഖനത്തിൽ യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. The message of Christmas is not only confined to Christians, rather that is a message beyond religion. That is a message beyond races. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം എന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമല്ല, മറിച്ച് മതങ്ങൾക്കപ്പുറമായി, ജാതികൾക്കപ്പുറമായി, രാജ്യങ്ങൾക്കപ്പുറമായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്മസ് എല്ലാ കാലഘട്ടവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചിന്ത നിങ്ങളുമായി പറഞ്ഞ് മിഷനിലെ കുറച്ച് അനുഭവങ്ങളുമായി ചേർത്ത് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിമിതികൾക്കുള്ളിൽ പരിധിയില്ലാത്ത രക്ഷയുടെ പ്രത്യാശയായിരുന്നു യേശു ക്രിസ്തു. പരിമിതികൾക്കുള്ളിൽ പരിധിയില്ലാത്ത രക്ഷയുടെ പ്രത്യാശയായിരുന്നു യേശു ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് was the hope of salvation without limits, within limitations. Jesus Christ was the hope of salvation without limits, within limitations. ലോകരക്ഷകനെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ ജീവിതം പരിമിതികൾക്കുള്ളിലായിരുന്നു എപ്പോഴും എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് എന്തായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ പരിമിതി? ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ ഒതുങ്ങിപ്പോയില്ലേ? യേശുവിൻ്റെ ജനനസ്ഥലം പോലും പരിമിതികളുടെ ഒരു പ്രതീകമായല്ലേ ഞാനും നിങ്ങളും ഇന്നും മനസ്സിലാക്കുന്നത്? ലോകത്തെ രക്ഷിക്കാമെന്ന രാജാവ് എന്തിനാണ് ഒരു കാലിത്തൊഴുത്തിൽ പിറന്നത്? ഏറ്റവും പരിമിതമായ വരുമാനമുള്ള ഭവനാന്തരീക്ഷത്തിലല്ലേ യേശു ക്രിസ്തു ഒരു തച്ചൻ്റെ മകനായിട്ട് വളർന്നത്? ഇന്ന് പരിമിതികളില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ പരിമിതികൾക്കുള്ളിൽ ജീവിച്ച യേശു ക്രിസ്തുവിനെ എത്രത്തോളം അടുത്തറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും? ഇന്ന് പരിമിതികളില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ പരിമിതികൾക്കുള്ളിൽ ജീവിച്ച യേശു ക്രിസ്തുവിനെ എത്രത്തോളം ഉൾക്കൊള്ളുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് സാധിക്കുമെന്ന് നാം ഓർത്തെടുക്കണം. ഇറ്റ് ഈസ് നോട്ട് വി ഹു ഹാവ് ചോസ് ജീസസ് ക്രൈസ്റ്റ് the Savior, rather the Savior himself chose each one of us to be at the Lord's presence. നമ്മൾ ആരുമല്ല യേശു കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്, മറിച്ച് യേശു കർത്താവല്ലേ നമ്മൾ ഓരോരുത്തരെയും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പരിമിതികളുടെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 1996 CSA മധ്യകേരള മഹായിടവക ആരംഭിച്ച ഒരു മിഷൻ വയൽ പ്രദേശമാണ് CSI മൈസൂർ മിഷൻ. അഭിവന്യ സാം മാത്യു തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. പ്രഥമ മിഷണറിയായ കുര്യൻ മാത്യു അച്ഛൻ, തുടർന്ന് വന്ന ജേക്കബ് പി ദേവസി അച്ഛൻ, ജോൺസൺ ജോൺ അച്ഛൻ, പ്രമോദ് ജെ ജോൺ അച്ഛൻ, അനൂപ് ജോർജ് ജോസഫ് അച്ഛൻ എന്നീ അച്ഛന്മാരുടെ കഷ്ടപ്പാടും ദുരിതവുമാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം. 28 വർഷം മുൻപ് മൈസൂറിൽ അപ്രകാരം ഒരു മിഷൻ ആരംഭിച്ചപ്പോൾ പ്രഥമ മിഷണറിയായ കുര്യൻ മാത്യു അച്ഛൻ ആ ദേശത്തിൻ്റെ പരിമിതി മനസ്സിലാക്കി. അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആവശ്യമെന്ന് കരുതി സെൻറ്റ് പോൾസ് മിഷൻ
സ്കൂൾ എന്ന നാമധേയത്തിൽ ഒരു സ്കൂൾ ആരംഭിച്ചു. വെറും 4 കുട്ടികളുമായി കാലിത്തൊഴുത്തിലാണ് സ്കൂൾ ആരംഭിച്ചത്. അച്ഛനും കൊച്ചമ്മയും ഒരു ഗൗഡരുടെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചത്. അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഈ വീട്ടിൽ സ്കൂൾ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. ആ റിക്വസ്റ്റ് അവർ നിഷേധിച്ചു. തുടർന്ന് അച്ഛനും കൊച്ചമ്മയും ചോദിച്ചു, രാവിലെ ഈ പശുത്തൊട്ടിയിലുള്ള പശുക്കൾ വെളിയിലേക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് പോകുമ്പോൾ ഈ പശുത്തൊഴുത്ത് ഞങ്ങൾക്ക് തരാമോ? ഞങ്ങൾ ഇവിടെ സ്കൂൾ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടെ അദ്ദേഹം ആ പശുത്തൊഴുത്ത് നൽകി. 4 കുട്ടികളുമായി പശുത്തൊഴുത്തിൽ ആരംഭിച്ച സ്കൂള് ഇന്ന് 500-ലധികം കുട്ടികളുമായി മൈസൂറിൽ അംബാപുര എന്ന ഗ്രാമത്തിൽ പ്രവർത്തിച്ചു വരുന്നു. പരിമിതികൾക്കുള്ളിൽ ആരംഭിച്ച ആ ഒരു മിഷൻ വയൽ പ്രദേശം ഇന്ന് പരിധിയില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ തണലിലെന്ന് പറയുവാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. ആ പരിധിയില്ലാത്ത ദൈവസ്നേഹത്തിന് തോലശ്ശേരി ഇടവകയും ഒരു ഭാഗമാകുന്നു എന്നറിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ ഇടവകയിലെ സീനിയർ ക്രിസ്ത്യൻ ഫെലോഷിപ്പാണ്, അല്ലെങ്കിൽ സീനിയർ മെമ്പേഴ്സാണ് ഞങ്ങളുടെ സ്കൂളിലെ LKG ക്ലാസ്സുകൾക്ക് ഒരു ഉപകരണങ്ങൾ കുറച്ച് വർഷങ്ങൾ മുൻപ് മേടിച്ച് നൽകിയത്. തുടർന്നും ഈ സഹായം ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും വേദപുസ്തക ചിന്തയിലേക്ക് കടന്നു വരുന്നു. ഈ രക്ഷകൻ്റെ കൈകളിൽ ഒരിക്കൽ പോലും ധനം കുമിഞ്ഞു കൂടിയതായിട്ട് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. പരിമിതികൾക്കുള്ളിൽ ജീവിച്ചവനാണല്ലോ യേശുക്രിസ്തു. ഒരിക്കലും ധനം യേശുക്രിസ്തുവിന് ഒരു ഉപാധി അല്ലായിരുന്നു. യേശുക്രിസ്തുവിന് ടെമ്പിൾ ടാക്സ് കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോഴും ഒരു ശിഷ്യനെ ചൂണ്ടയിടുവാൻ പറഞ്ഞയച്ചവനാണ് യേശുക്രിസ്തു. എങ്കിലും യേശുക്രിസ്തു പരിധിയില്ലാത്ത സ്നേഹത്തിന് സമ്പന്നനായിരുന്നു. സ്നേഹവും കാരുണ്യവും സഖിത്വവും സഹാനുഭൂതിയും വാരിക്കോരി കൊടുക്കുന്നവനായിരുന്നു യേശുക്രിസ്തു എന്ന് വേദപുസ്തകത്തിലുടനീളം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനം യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ രാത്രിയിലും എന്താണ് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്? ഒടുവിൽ മരണം മണക്കുന്ന തലേ രാത്രിയിലും മറ്റാരോ കൊടുത്ത മാളിക മുറിയിൽ ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ച യേശു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മരത്തടിയിൽ തൻ്റെ ഈ ജീവിതം അവസാനിക്കുന്നതായിട്ടാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. ലോക ചരിത്രത്തിൽ ഞാനും നിങ്ങളും ഒന്ന് ആഴത്തിൽ പഠിച്ചാൽ ഇത്രയധികം പരിമിതികൾക്കുള്ളിൽ ജീവിച്ച മനുഷ്യൻ വേറെയുണ്ടോ? പരിമിതികൾക്കുള്ളിലും യേശുക്രിസ്തുവിൻ്റെ ഹൃദയവിശാലതയാണ് പരിധികൾക്കപ്പുറമായി ഇന്നും നമ്മെ ആ രക്ഷയുടെ പ്രത്യാശയിലേക്ക് സ്വീകരിക്കുന്നത്. ഈ വിശാലതയാണ് നമ്മുടെ രക്ഷയുടെ പ്രത്യാശ അടങ്ങിയിരിക്കുന്നതെന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കുരിശിലെ 7 മൊഴികളിൽ 3-ാമത്തെ മൊഴി എന്താണ് എന്നെയും നിങ്ങളെയും ഇന്നും ഓർമ്മിപ്പിക്കുന്നത്? അവസാനം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന കള്ളനോടും യേശുക്രിസ്തു പറഞ്ഞതാണല്ലോ ഇത്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. തൻ്റെ മാത്രമല്ല പിതാവിൻ്റെ മനസ്സിലും ഹൃദയത്തിലും എല്ലാവർക്കും ഇടമുണ്ട് എന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടല്ലേ യേശുക്രിസ്തു ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഒരു ആഗമന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രത്യാശ, എന്താണ് നമ്മുടെ രക്ഷ എന്ന് വീണ്ടും ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പരിമിതികൾക്കുള്ളിൽ പരിമളം തൂകിയ അനുഗ്രഹീത ജീവിതമല്ലായിരുന്നോ യേശുക്രിസ്തുവിൻ്റെ? പരിമിതികൾക്കുള്ളിൽ പരിമളം തൂകിയ അനുഗ്രഹീത ജീവിതമല്ലായിരുന്നോ യേശുക്രിസ്തുവിൻ്റെ? അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മുടെ പരിമിതികൾ എന്താണ്? നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മെ പിന്നിലേക്ക് വലിക്കുന്നത് എന്താണ് എന്നും കൂടുതൽ വിചിന്തനം ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് ഇന്ന് ഈ പ്രഭാതം ആവശ്യപ്പെടുകയാണ്. സെൻറ്റ് പോൾസ് മിഷൻ സ്കൂളിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബാച്ച്മേറ്റായ ഒരു അച്ഛൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, അച്ഛൻ അവിടെ എന്നാ പ്രവർത്തനമാണ് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചു, അച്ഛാ അതെന്താ പറഞ്ഞത് അങ്ങനെ? അച്ഛാ
ഈ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അച്ഛൻ എന്ത് മിഷൻ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് എൻ്റെ കൂടെ പട്ടം കിട്ടിയ സിബിയച്ഛനല്ല കേട്ടോ, വേറൊരു അച്ഛൻ എന്നോട് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന് മറുപടി ഒന്നും കൊടുത്തില്ല. ആ മറുപടി നിങ്ങളുടെ മുൻപിൽ നൽകുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി, ഞാനിവിടെ യൂത്ത് കോൺഫറൻസിന് ഞാൻ അവരോട് പറഞ്ഞതാണ്, ഒരു കുട്ടി ക്ലാസ്സിന് വെളിയിൽ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, വൈ യു ആർ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദ ക്ലാസ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫാദർ ഐ ഡിഡ്ന്റ് ഡു മൈ ഹോം വർക്ക്, ഞാൻ ഹോം വർക്ക് ചെയ്തില്ല, അതാണ് ക്ലാസ്സിന് വെളിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്ലീസ് കം ടു മൈ ഓഫീസ്, ഐ വോണ്ട് ടു ടോക്ക് ടു യു, എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈതൽ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 15 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ആ ഓഫീസ് മുറിയിലേക്ക് കടന്നു വന്ന് ഞാൻ വീണ്ടും ചോദിച്ചു, എന്താണ് ഹോംവർക്ക് ചെയ്യാഞ്ഞത്? ഫാദർ ഐ ആം ഡിസ്റ്റർബ് എന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയോട് വീണ്ടും ചോദിച്ചു, എന്താണ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടർ? ഫാദർ, ഓവർ ദ വീക്കെൻഡ് മൈ പേരൻസ് ഹാവ് ഫോഴ്സ്ഡ് മീ ടു അറ്റൻഡ് ആ പൊളിറ്റിക്കൽ ക്യാമ്പ്. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ചോദിച്ചു, ആ ക്യാമ്പിൽ പോയി പങ്കെടുത്തോ? പങ്കെടുത്തു. അതാണ് ഫാദറെ എന്നെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് ദറ്റ് റീസൺ? അദ്ദേഹം എന്നോട് പറഞ്ഞു, 15 വയസ്സേ ഉള്ളൂ. ഞങ്ങളുടെ ആ പൊളിറ്റിക്കൽ ക്യാമ്പിൽ നടന്നത്, ഞങ്ങളുടെ മതം മാത്രമാണ് ഈ ലോകത്ത് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള മതമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ എന്നെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ദെൻ വാട്ട് യു ആർ ബിലീവിങ് അറ്റ്? നിങ്ങൾ പിന്നെ എന്തിനാണ് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. 15 വയസ്സുള്ള ഗൗഡർ അല്ലെങ്കിൽ ഗൗഡ വിഭാഗത്തിലുള്ള ആ പയ്യൻ അല്ലെങ്കിൽ ആ പൈതൽ എന്നോട് പറയുകയാണ്, ഫാദർ ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഒരു നിമിഷം ഞാൻ അതിശയിച്ചു. ഞാൻ വീണ്ടും അവനോട് ചോദിച്ചു, ഞാൻ ജീവിതത്തിൽ നീ പ്രാർത്ഥിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരു ദേവാലയത്തിൻ്റെ ഉള്ളിൽ നീ കണ്ടിട്ടില്ല, ഒരു ക്രിസ്ത്യൻ പാട്ട് നീ പാടിയിട്ടില്ല, ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ നീ പോയിട്ടില്ല, ഒരു പ്രസംഗവും നീ കേട്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നീ യേശു ക്രിസ്തുവിനെ അറിയുന്നതെന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞ ഉത്തരം, ഫാദറെ, കഴിഞ്ഞ 12 വർഷമായി ഞാൻ ഈ ക്യാമ്പസിലാണ് പഠിക്കുന്നത്. LKG മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയത് ഇവിടെ പ്രവർത്തിച്ച അച്ഛന്മാരിലൂടെയാണ്. ഞാൻ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയത് ഈ ക്യാമ്പസിലൂടെയാണ്, ഈ സ്കൂളിലൂടെയാണെന്ന് 15 വയസ്സുള്ള ഒരു പയ്യൻ എൻ്റെ മുൻപിൽ പറഞ്ഞു. അദ്ദേഹത്തിന് മുൻപിൽ എനിക്ക് ഒന്നുമില്ലായിരുന്നു പറയാൻ. അദ്ദേഹത്തിന് മുൻപിൽ എനിക്ക് ഒന്നുമില്ലായിരുന്നു പറയാൻ. ഞാൻ എൻ്റെ മുൻപിരുന്ന എല്ലാ മിഷണറിമാരെയും ഒരു നിമിഷം ഓർത്ത്, ആ മിഷണറിമാർക്ക് ധൈര്യം പകർന്ന എല്ലാ മഹായിടവ അധ്യക്ഷന്മാരെയും, തോമസ് ശാമുവൽ തിരുമേനി ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരേറ്റി. ഇന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ആരെയും മതം മാറ്റുന്നില്ല, മറിച്ച് ഇന്ന് കുട്ടികൾക്ക് പുതിയ വെളിച്ചം നൽകുന്നവരായിട്ടാണ് ഞങ്ങൾ മാറുന്നത്. ഈ വെളിച്ചത്തിലേക്കാണ് ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നത്. ആ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നത്. പലരും എന്നോട് ചോദിക്കും, ഞങ്ങൾക്ക് എങ്ങനെയാണ് മൈസൂർ മിഷനെ സഹായിക്കാൻ സാധിക്കുന്നത്? അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്ഥിരമായി 500 കുട്ടികളിൽ ഇന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു 50% കുട്ടികൾ ഇന്നും മൈസൂർ മിഷൻ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു മാസത്തെ ചെലവിനായി 1000 രൂപയാണ് ഞങ്ങൾക്ക് ചെലവ്. ഒരു വർഷത്തെ അവരുടെ പഠന ചെലവ് മാത്രം 12000 രൂപയാണ്. പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് ഫീസുകളും എല്ലാം ചേർന്ന് 15000 രൂപയാണ് ഒരു വർഷം, 15,000. അല്ലെങ്കിൽ പഠിത്തം മാത്രം നിങ്ങൾക്ക് നൽകണമെങ്കിൽ മാസം 1000 രൂപയും നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. രണ്ടാമതായി ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വെല്ലുവിളിയാണ്, നല്ല ക്വാളിറ്റി അധ്യാപകർ ഞങ്ങളുടെ മിഷൻ സ്കൂളിലില്ല. ഞാൻ ഒരു അധ്യാപകരെയും ഞാൻ കുറ്റം പറയത്തില്ല, മറിച്ച് they all are committed, they all have kept their faith. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ രക്ഷിതാക്കൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു വാചകമാണ്, ഫാദറെ ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ലേ,
ഫാദർ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ, അധ്യാപകരാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. സോ നിങ്ങളിൽ ആരെങ്കിലും ഒരല്പനാൾ 2 മാസമോ 3 മാസമോ ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നൽകുവാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഏവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ടീച്ചേഴ്സിന് കൊടുക്കുന്ന 1 മാസത്തെ ശമ്പളം ആവറേജ് 9,000 രൂപയാണ്. ഞങ്ങൾക്കൊരു ലോക്കൽ മിഷണർ കൂടിയുണ്ട്. ആ മിഷണറിയും ഞാനും ഞായറാഴ്ചകളിൽ ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലും. അപ്രകാരം ഒരു ഗ്രാമത്തിൽ കടന്നു ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യമായി കടന്നു ചെല്ലുന്ന കുടുംബത്തിൽ ആ മാതാവ് എന്നോടും എൻ്റെ സഹധർമ്മിണിയോടും പറഞ്ഞു, ഫാദർ പ്രാർത്ഥിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി. ഞാൻ അദ്ദേഹത്തോട് ആ അമ്മയോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കും. ഫാദർ വെറുതെ പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളെ ഇറക്കി വിടത്തില്ല. ഫാദർ 1 കുപ്പി വെള്ളത്തിനും 1 കുപ്പി എണ്ണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അപ്രകാരം പ്രാർത്ഥിക്കത്തില്ല. കാരണം എൻ്റെ വിശ്വാസത്തിനെതിരാണ് 1 കുപ്പി എണ്ണയ്ക്കും 1 കുപ്പി വെള്ളത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ അമ്മ എൻ്റെ മുൻപിൽ കോപിച്ചു, ശാഠ്യം പിടിച്ചു. ഫാദർ പ്രാർത്ഥിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനു വേണ്ടിയാണ് 1 കുപ്പി വെള്ളത്തിനും 1 കുപ്പി എണ്ണയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഫാദർ ഇത് പ്രാർത്ഥിച്ച് നൽകുമ്പോൾ, ഈ വെള്ളം കുടിക്കുമ്പോൾ, ഈ എണ്ണ ഞങ്ങളുടെ ശരീരത്തിൽ പുരട്ടുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൻ്റെ വേദന, ഞങ്ങളുടെ ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു, ഞാനല്ല സൗഖ്യം നൽകുന്നതെന്ന്. ആ മാതാവ് എൻ്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഫാദറെ, ഞങ്ങൾക്കറിയാം ഫാദറല്ല സൗഖ്യം തരുന്നത്, എന്നാൽ ഫാദർ പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ കുടിലിൽ യേശു കർത്താവ് ഞങ്ങൾക്ക് സൗഖ്യം തരുമെന്ന് ആ മാതാവ് അടിയുറച്ചു പറഞ്ഞു. അതുകൊണ്ട് ഒരു മിഷണറിയുടെ 1 മാസത്തെ ശമ്പളം എന്നത് 8,000 രൂപയാണ്. ഞങ്ങൾക്ക് പുതിയൊരു ആവശ്യമായി നിങ്ങളുടെ മുൻപിൽ ഞാൻ തുടർന്നും കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 500 കുട്ടികളാണ് സ്കൂളിലുള്ളത്. ഈ വർഷം തന്നെ 70 കുട്ടികളെ ഞാൻ പറഞ്ഞു വിടേണ്ടതായിട്ട് വന്നു. 70 പേരൻസിനെ പറഞ്ഞു വിടേണ്ടതായിട്ട് വന്നു. കാരണം എനിക്കിനി കുട്ടികളെ ഇരുത്താൻ സ്ഥലമില്ല. 3.25 ഏക്കറാണ് ക്യാമ്പസിൻ്റെ വലുപ്പം. എന്നാൽ കുട്ടികളെ കൊള്ളാവുന്ന ഇപ്പോഴത്തെ സ്കൂൾ കെട്ടിടത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 500 മാത്രമേ ഉള്ളൂ. ഇനി ഒരു 10 കുട്ടികളെയെങ്കിലും എടുക്കണമെങ്കിൽ എനിക്ക് സ്കൂൾ കെട്ടിടം വേണം. അടുത്ത ഒരാവശ്യം നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കുകയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ 3 സ്കൂൾ ബസ്സുണ്ട്. 500 കുട്ടികളിൽ 380 കുട്ടികളും സ്കൂൾ ബസ്സിലാണ് ആശ്രയിക്കുന്നത്. അടുത്ത വർഷത്തേക്ക് ഒരു പുതിയ സ്കൂൾ ബസ്സും കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ 16 ടീച്ചേഴ്സാണുള്ളത്. 16 ടീച്ചേഴ്സ് ഇരിക്കുന്നത് ഈ 2 സ്ക്വയർ ബെഞ്ചിൻ്റെ വലിപ്പത്തിലുള്ള ഒരു മുറിയിലാണ്. ഒരു പുതിയ സ്റ്റാഫ് റൂമും കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ നാമത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അധ്യാപകരായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നാമത്തിൽ ഒരു സ്റ്റാഫ് റൂമും കൂടെ പണിത് തരണമേ എന്ന് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വർഷം ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ആവശ്യമുള്ളത്, ഇപ്പോൾ നിലവിലുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ ഞാൻ ഡ്രസ് വർക്ക് ചെയ്തു, എന്നാൽ അതിൻ്റെ അടിയിൽ ഇടുവാൻ എനിക്ക് ബെഞ്ചുമില്ല, ഡെസ്കുമില്ല. അതും അടുത്ത വർഷത്തെ ഒരാവശ്യമായി നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കുകയാണ്. പ്രത്യാശയുടെ, രക്ഷയുടെ പ്രത്യാശ ഞാനും നിങ്ങളും അനുഭവിക്കുമ്പോൾ പരിധിയില്ലാത്ത അനുഗ്രഹങ്ങളല്ലേ ദൈവം എൻ്റെയും നമ്മുടെയും കുടുംബത്തിൽ നൽകിയത്. ആ രക്ഷയുടെ പ്രത്യാശയുടെ ഒരംശം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. തുടർന്നും ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഇനി ആരാധന കഴിഞ്ഞ് നിങ്ങളെല്ലാവരും കടന്നു പോകുമ്പോൾ ഒരു ബ്രോഷറും ഒരു ലീഫ്ലെറ്റും നിങ്ങളുടെ കൈകൾ നൽകുന്നതായിരിക്കും. ആ ബ്രോഷറും ലീഫ്ലെറ്റും ഞാൻ വേറൊരു പള്ളിയിൽ നൽകി. ഒരു CSI വിശ്വാസി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുഖത്ത് അടിച്ചില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ വാചകം, അച്ഛൻ്റെ ഈ ലീഫ്ലെറ്റും അച്ഛൻ്റെ ഈ ബ്രോഷറും കണ്ടാൽ ഇത് മിഷൻ സ്കൂളിലെ കുട്ടികളാണെന്ന് പറയത്തില്ലല്ലോ. ഞാൻ അച്ഛനൊരു മാർഗം പറഞ്ഞു തരാം. അച്ഛൻ കുറച്ച് കരിയെടുത്ത് ഇവരുടെ മുഖത്ത് തേക്ക്, എന്നിട്ട് ഫോട്ടോ എടുത്ത് അച്ഛൻ പള്ളികളിൽ വാ, എന്നാലേ പൈസ തരത്തുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, താങ്കളുടെ മക്കൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എൻ്റെ മക്കൾ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് വേറൊന്നുമില്ല പറയാൻ. 27 വർഷം മുൻപ് മധ്യകേരള മഹാ ഇടവക സ്കൂൾ ആരംഭിച്ചപ്പോൾ ദേഹം മുഴുവൻ ചെളി പിടിച്ച കുട്ടികളായിരുന്നു. ജേക്കബ് ദേവസ്യ അച്ഛൻ ഇന്നും എന്നോട് ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അച്ഛാ,
ഞങ്ങൾ വീടുകളിൽ പോയി ഹള്ളികളിൽ പോയി പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്ന് കുളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. തോമസ് ശാമുവേൽ തിരുമേനിക്ക് അത് വളരെ വ്യക്തമായിട്ട് അറിയാം. കുളിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ മക്കളെ സ്കൂളിൽ കയറ്റിക്കൊണ്ടിരുന്നത്. എന്നാൽ കാലം മാറി. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്നും വീണ്ടും ചെളിയിലേക്ക് പോകുവാൻ എന്നോട് ഒരു വ്യക്തി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്താണ് കഴിഞ്ഞ 28 വർഷമായിട്ട് ഞാനും നിങ്ങളും ആ ദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പ്രത്യാശയുടെ രക്ഷയുടെ പ്രത്യാശ അനുഭവിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും. ആ പ്രത്യാശയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് ഏറ്റവും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ക്രിസ്മസ് കാലയളവ് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത്, വി ഹാവ് ടു റീഡിഫൈൻ ആർ ഓൺ ക്രിസ്മസ്. വാട്ട് ഈസ് ദ എപ്പിറ്റോം ഓഫ് ക്രിസ്മസ് ഇൻ അവർ ലൈവ്സ് എന്ന ഒരു ചോദ്യം കൂടെ നിങ്ങളുടെ മുൻപിൽ നിക്ഷേപിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും അർത്ഥവത്തായിട്ടുള്ള ഒരു ക്രിസ്മസ് കാലഘട്ടം നേരുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ എന്നും ഉണ്ടായിരിക്കട്ടെ.